ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് ചീരകൾ പാകാൻ വന്നിരിക്കുവാണേ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 5 ഇനം ചീരകളാണ്. ഹരിത ഗ്രീൻ ചീര, തൈക്കൽ പട്ടു ചീര, പ്ലാത്താങ്കര ചീര, റെഡ് റോസ് ചീര, കരിയാല ചീര. നല്ല രസമുണ്ട് കേട്ടോ ഈ ചീരകളൊക്കെ കാണാൻ. കരിയാല ചീര എന്ന് പറഞ്ഞാൽ നല്ല പച്ച ചീരയാണ്. പിന്നെ അവൻ്റെ ഒരു ചീര നല്ലവണ്ണം വളർന്നു കിട്ടിയാൽ ഒരു തോരൻ വെക്കാൻ ആ ഒരൊറ്റ ചെടി മതി എന്നാണ് പറയുന്നത്. ഒറ്റ വാങ്ങിച്ചത് വിഷ്ണുരാജിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം ഞാൻ വേണേ എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറൊക്കെ ഇട്ടേക്കാം. അപ്പം വിഷ്ണു എന്നോട് പറഞ്ഞത് നമ്മൾ തൈ നട്ട് 30 ദിവസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ എനിവേ ഞാൻ ഇതുപോലെ കുറേ ട്രേ എല്ലാം വെച്ചിട്ടുണ്ട്, ലേബലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ എല്ലാത്തിലും ഒരു 10-15 മൂട് എന്നുള്ള കണക്കിനാണ് കിട്ടാവുന്ന വിധത്തിൽ ഞാൻ ഈ സീഡെല്ലാം പാവുക. കിളുക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചീരയെല്ലാം പറിച്ച് മാറ്റിയിട്ട് ഈ ടൈപ്പ് ചീര നടാനായിട്ടാണ് പ്ലാന്. അപ്പം ഞാൻ ചീരയുടെ വിത്തുകൾ പാവാനായിട്ട് വേണ്ടി ഈ ലിവിങ്ടൻ്റെ മൾട്ടി പർപ്പസ് കമ്പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി എല്ലാ പോട്ടിമിക്സും അതും ഇതും എല്ലാം തീർന്നു. അപ്പം അങ്ങനെ എല്ലാം ഞാൻ കമ്പോസ്റ്റൊക്കെ നിറച്ച് എന്നിട്ട് ഞാൻ ഓരോന്നിനും ലേബൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ചീരയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ആ ട്രേയിൽ ഞാൻ ഹരിത ഗ്രീൻ ചീരയാണ്. പൊതുവേ ബാക്കി എല്ലാ സീഡിൽ നിന്നും ഇത് തീരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഒരു 10-20 തൈക്കുള്ള സീഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഏതായാലും ഞാനൊരു ചെറിയ ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് എല്ലാത്തിലും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ്. ഇതെല്ലാം ഞാനിവിടെ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രീൻ ബോക്സിലുള്ള ആ ഒരു ട്രേയിൽ മാത്രം ഞാൻ അകത്ത് വെക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സെക്ഷൻ ചീര ഞാൻ ഓൾറെഡി പാകിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അത് നമ്മൾ ആ ചൂടൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ പുറത്തോട്ട് വെച്ചപ്പോൾ ആ ട്രേ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ചൂടായിട്ടിട്ട് പ്ലാസ്റ്റിക് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഉരുകിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. നമ്മുടെ 3ാം ഘട്ട ചീരവിത്ത് പാകലാണ്. അപ്പം ഇവിടെ ആയിട്ട് ഞാൻ കുറച്ച് ചീരവിത്ത് പാകിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു 1-2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് എടുത്ത് വെക്കാവേ. തേണ്ട ഈ ചീരകളൊക്കെ അത്യാവശ്യം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട്. തേണ്ട ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇട്ടതിൽ ഒരുമിച്ച് കുറേ കൂട്ടം ഇങ്ങനെ വളർന്നു നിൽക്കുവാണേ. അപ്പം ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നല്ല തൈകൾ നോക്കിയിട്ട് ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേന് പുറത്തോട്ട് നടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം നല്ലവണ്ണം വളർന്നു വരുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചീരവിത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.